ഇതെന്താ രാവിലെ തന്നെ? ലവ് ലെറ്റർ ആണോ സോഫി? സോഫി, എന്താ ഇത്? എന്റെ രാജകത്താണ് സർ. എന്ത്? എന്തൊക്കെയാ പറയുന്നത്? എന്താ നിന്റെ പ്രശ്നം? സോഫി ഇരിക്കേ. സോറി സർ, എനിക്കിനി തുടരാനാവില്ല. സോഫി, നീ കാര്യം പറ. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല സർ, എന്നോട് വേറൊന്നും ചോദിക്കരുത്. എന്നെ ഇനി അന്വേഷിക്കുകയും ചെയ്യരുത്. ഞാനൊന്ന് ജീവിച്ചോട്ടെ സർ, പ്ലീസ്. ഹലോ സതീഷ് സാറേ, തൃശ്ശൂരിൽ നിന്ന് മെൽവിനാണ്. നമ്മുടെ പാക്കറ്റ് ഇതുവരെ എത്തിയില്ലേട്ടാ. ഇന്നലെ കൊടുക്കണ്ടായിരുന്നു. വന്നില്ലേ? ഇല്ല, പാർട്ടി വെയിറ്റിംഗാ. പേടിക്കണ്ട, കുറച്ചു പേര് നമ്മുടെ ബിസിനസിന്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും. എന്തായാലും വൈകിട്ടാവുമ്പോ എത്തും. എന്നാ പിന്നെ കുഴപ്പമില്ല. സാർ പറഞ്ഞ പിന്നെ ഓക്കെയാണ്. എന്നാ പിന്നെ ഞാൻ കിട്ടിയിട്ട് വിളിക്കാം. ശരി. സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുന്നു. കാസർഗോഡും പെരുമ്പാവൂരും എത്താനുള്ള പാക്കറ്റ് അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് വിളിച്ചിരുന്നു. തൃശ്ശൂർ എത്തിയിട്ടില്ല. എന്തോ ഒതുക്കൽ നടക്കുന്നുണ്ട് സാർ. ഒന്ന് ഫോളോ ചെയ്ത് അന്വേഷിക്കും. സീക്രട്ടായി. ഈ വിവരം നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കണം. ശരി. വേറെ ആരുമായിട്ട് ഡീൽ ചെയ്യണ്ട. ഇല്ല സാർ, ഞാൻ കൈകാര്യം ചെയ്തോളാം. താങ്ക് യു. സമയം കളയാൻ വേണ്ടിട്ട് ഒരു പരിപാടി. സതീഷേ, ഞാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ, അല്ലാതെ ഇവിടെ. എന്നിട്ട് എന്തായാലും പിടിച്ചോ? അതിന് നമ്മൾ സമ്മതിക്കുവോ? ശശി, ചില പാക്കറ്റ്സ് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. നിങ്ങളുടെ ആൾക്കാർ വല്ലവരും കൈവച്ചിട്ടുണ്ടാവോ? എന്താണ് സതീഷേ ഇത്? നിങ്ങൾ വലിയ ധൈര്യമൊക്കെ പറഞ്ഞിട്ടിപ്പോ എന്തായാലും എന്റെ ടീമിലില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. യുവമാരുടെ അടുത്തൊന്ന് കാര്യങ്ങൾ തോണ്ടിയെടുക്കാൻ വലിയ പാടാ. ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാം. ശരി. ഓക്കെ. ഹലോ സർ. മനസ്സിലായില്ല സർ. ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് തീർക്കാനും എനിക്കറിയാം. ഇത് കാശിനുള്ള ആർത്തിയാണ്. ഞാനൊന്ന് പോയി കണ്ട് ഗാന്ധിയുടെ ഒരു കെട്ട് അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്തായാലും ഞാനതൊന്ന് ഒതുക്കിയിട്ട് വിളിക്കാം. ഓക്കെ. എൻ്റെ സതീഷ്, നിങ്ങൾ പറയണ പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നീക്കുപോക്കും വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ ഏറ്റു. പക്ഷെ ചില കേസിൽ നിയമത്തിൻ്റെ ഒരു നൂലാമാലയൊക്കെ ഉണ്ടേ. അങ്ങനെ പറയല്ലേ സാറേ. ഇതിപ്പോൾ അച്ഛൻ പിരിഞ്ഞു വന്നപ്പോൾ കിട്ടിയ PF തുക കൊണ്ട് വാങ്ങിച്ച സ്ഥലമാണേ. പൈതൃക സ്വത്തല്ലാത്തത് കൊണ്ട് അച്ഛന് തന്നെ വേണമെങ്കിൽ പഴയ വിൽപ്പത്രം ക്യാൻസൽ ചെയ്ത് ഇഷ്ടപ്പെട്ട ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതല്ലേ നിയമം. ഞാനാണെങ്കിൽ ആ പേപ്പേഴ്സൊക്കെ ഹാജരാക്കിയിട്ടുമുണ്ട്. ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞ എന്താ ചെയ്യാ സാറേ? സതീഷ് പറയുന്നതൊക്കെ കറക്റ്റാ. പക്ഷേ ആ ചെക്കൻ ഇവിടെ വന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. നിയമാവുമ്പോ ഇന്നും നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ വരും. നാളെ ഒരു കാലത്ത് ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സതീഷേ, അതെന്റെ തലയിലിരിക്കും. എന്തിനാ വെറുതെ ഞാൻ റിസ്ക് എടുക്കുന്നത്? ജീവിച്ചിരിക്കുന്ന മക്കളുടെ NOC ഇല്ലാതെ ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന മക്കളുടെ NOC അല്ലേ?
ഹലോ. അതെ, കുടിമരം പൊളിച്ചോണ്ട് ഇന്നേ വരെ ഒരു സമരം ഇവിടെ നിന്നിട്ടില്ല സാറേ. ഞാൻ ഹരിമാഷ്ട മരുമകനാ, കലാകേന്ദ്രത്തിലെ. ഓ, ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആള്. ആ, ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ പറഞ്ഞു. ഇമ്മ അതിൽ സ്ഥലക്കച്ചവടത്തിനൊക്കെ നിൽക്കുമ്പോ ആരാ എന്താന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഒരു ജലാറ്റിൻ കമ്പനി വരാൻ ഞങ്ങൾ സമ്മതിക്കൂല. അതെ, ജലാറ്റിൻ കമ്പനിയോ? ആ ഇന്നലെ പാർട്ടി ഓഫീസിലേക്ക് വന്ന ഏതൊരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയത്. രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ച് നോക്കിയപ്പോ ഇതിനു ചുറ്റുമുള്ള മറ്റെല്ലാ സ്ഥലങ്ങളും അവിനാശ് പട്ടേൽ ആൻഡ് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരിലാണ് ഇപ്പോ. അവരാണെങ്കിൽ ഇപ്പൊ മറ്റേതോ ജലാറ്റിൻ കമ്പനിക്ക് മറിച്ചു വെക്കാനുള്ള പരിപാടിയാണ്. സത്യത്തിൽ ഇത് വിൽക്കാൻ വെച്ചൊന്നുമല്ല, പിന്നെ നല്ലൊരു തുക പറഞ്ഞുകൊണ്ട് ആലോചിച്ചെന്ന് മാത്രം. ഇതുപോലെ നാടിന് പ്രശ്നമെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹരിമാഷൻ കുടുംബവും കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും പറയും. കിട്ടുന്ന കാശിന്റെ വലിപ്പം കണ്ട് തീരുമാനം എങ്ങനെ മാറിയാൽ എന്റെ സാറേ വിവരം അറിയും. ഇല്ലല്ലോ, ഇത്തരം കമ്പനികൾ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കണ്ട. ഹരിമാഷൻ കുടുംബത്തെ ഞങ്ങൾക്ക് വിശ്വാസം. ഇനിയിപ്പോ അഥവാ വിശ്വാസം തെറ്റിയാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഒരുത്തനും വന്ന് ഇവിടെ ഒരു കോപ്പിലെ കമ്പനി നടത്താൻ പോണില്ല. ആടാ. ശരി. ഇവിടെ ഏത് മറ്റവൻ കൊടി പൊക്കിയാലും എനിക്ക് ഡീല് നടന്നിരിക്കണം. മനസ്സിലായോ? അവനെ പിടിച്ചാൽ മതി. ഇത്തിരി ആവേശം കൂടുതലാണ്, അത് കാശിനോടും ഉണ്ടാവും. യാതൊരു കാരണവശാലും ഇത് പാർട്ടി ഏറ്റെടുക്കരുത്. പിന്നെ ബാലു, രാത്രി ഞാൻ കോട്ടേജിൽ വെയിറ്റ് ചെയ്യും നിന്റെ കോളിന്.